രജേഷേ, ഞാൻ വിളിച്ചെന്താ അറിയോ? ഒരു കാര്യം സെറ്റായിട്ട്, പക്ഷെ അത് ഒഴിവായിപ്പോയി. അയ്യോ, വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ എന്ന് പറയുമ്പം 16-ന് ഒരു നല്ല കേസുണ്ട്. പാവൻകുട്ടിയാ, ചിത്തിര. പേരാണോ? പേരല്ല, നാളെ. നല്ല അറിയുന്ന കുട്ടിയാ. പക്ഷേ അമ്മായിമനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് വെച്ചിട്ട് കേസുണ്ട്. ഫേക്കാ. അയ്യോ, അത് ഫേക്ക് അല്ല, അത് ശരിയാവില്ല. അമ്മ ജീവനോടല്ല. അമ്മ ജീവനോടുണ്ട്. ഓ, അപ്പോൾ വേണ്ട. പിന്നെ 28-ന് വേറൊന്നുണ്ട്. ബ്രജേഷിന് വയസ്സെത്രേ? വയസ്സ് 31. അപ്പം അത് പ്രായം കുറവാ. 2 കുട്ടികളുണ്ടെന്നുള്ളൂ. കുട്ടികള് മക്കൾക്ക് എന്ത് പ്രായം വരും? മക്കള് ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ 10ാം ക്ലാസ്സിലും. ആകുമ്പോ പഠിപ്പിക്കണ്ട. ഒരു സ്കൂളിൽ പോയിക്കൊള്ളു. ഒരുപാട് ഫ്രീ ടൈം കിട്ടില്ലേ? എൻജോയ് ചെയ്തൂടെ? അത് വേണ്ട, വക്കീല. നമുക്ക് വേറെ നോക്കാം. വേണ്ട, നിങ്ങൾക്ക് വേണ്ട. വേറെ വേറൊരു രസമുള്ളത്, ഭരണി നക്ഷത്രം, 5 അടി 5 ഇഞ്ച് ഉയരം, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്താനിരിക്കുന്ന ഒരു നല്ലൊരു കുട്ടി. അല്ല, ഈ തൻ്റെതല്ലാത്ത കാരണം എന്ന് പറയുമ്പോൾ കാരണം തൻ്റെ അല്ലല്ലോ. അല്ല, എന്നാലും കാരണം എന്താന്ന് പറയാനൊരു അല്ല, തൻ്റെതല്ലാത്തോണ്ട് അതാണ് പറഞ്ഞത്. തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് അതല്ലേ പറഞ്ഞത്. കുഴപ്പമില്ല. നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ ഇങ്ങനത്തെ കേസാകുമ്പോ വക്കീൽ ഫീസ് കൊടുക്കുക, അങ്ങനത്തെ കുഴപ്പമില്ല. GST 1450 50 GST. അല്ലല്ല, ചില്ലറില്ലല്ലോ. അല്ല, അത് കുഴപ്പമില്ല. അല്ലല്ല, കറക്റ്റ് ആയിരിക്കണം. കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ്. ഹലോ, ഞാൻ നമ്മളെ പോറ്റി വക്കീലിന്റെ അടുത്ത്. എടാ, നമ്മള് കല്ലാച്ചിൽ ഒരു പെണ്ണ് കാണാൻ പോയില്ലേ? ഓലിക്കോക്കേടാ. ഒരു മിനിറ്റ്. പറ. ചെറിയ ലിങ്ക് ഓല ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടല്ലേ, നിങ്ങൾ കൂടെ ഉണ്ടാവണം. അത് ഞാൻ നോക്കിക്കോളാം. ഇനി വേഗം വാ. ഓക്കെ. അതിലുണ്ടാവും, ബാഗിലുണ്ടോ? അല്ല, അതിലേ നോക്കിയാ ഉണ്ട്, ഇവിടെ ഉണ്ട്. അല്ല, ഈ കല്ലാച്ചിന്ന് ഒരു പെണ്ണ് കാണാൻ പോയിക്കുന്നു. ഒരുന്ന് വീട് കാണാൻ വരുന്നുണ്ട്. അത് സെറ്റാ. അല്ലെങ്കിൽ ഈ ഡൈവോഴ്സ് കേസ് നമുക്ക് വർക്കാവും. പക്ഷേ ഈ കല്ലാച്ചി, കക്കട്ട്, നാദാപുരം, കുറ്റ്യാടി വരെ ഒരുപാട് ഇങ്ങനെ കേസ് ചെയ്യുന്ന പറഞ്ഞുകൊടുത്ത് കിഞ്ഞു വാങ്ങിയവരുണ്ട്. അവരൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വന്നിട്ടുമുണ്ട് കേട്ടാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞ് ഉണ്ടാവില്ല. അല്ല, ഇതാ ഉറപ്പാണല്ലോ അല്ലേ? നീ വരില്ലേ? ഞാൻ അതൊന്ന് റൂട്ടാക്കട്ടെ. വരുന്നുണ്ട്. ഇനി ചായക്ക് വെള്ളം വെച്ചേക്കിട്ടാ. ഞാൻ ഇങ്ങനെ വിചാരിക്കാനു നിങ്ങളെ കാണാഞ്ഞിട്ട്. ഇന്നെന്ത് ഇത്ര വൈകിയേ? പഴയ വണ്ടിയല്ലേ മോളെ, ഓടി എത്തണ്ടേ? ഇന്ന് സുമേനെ കാണും ഒരു കൂട്ടർ വരുന്നുണ്ടേനു. അതായതാ? അതൊരു ഗൾഫുകാരനേനു. ഓക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിക്ക്. പക്ഷെങ്കിൽ രവിയേട്ടനാണ് ഒരു കടും പിടുത്തോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്ന്. പെണ്ണ് അടുക്കളയിൽ അതാ നോക്കിക്കാ. സർക്കാർ ഡിസൈൻ്റെ ചന്തി കണ്ടാലാ കഞ്ഞാറും ഗോപാല. എനിക്ക് ഈ മൊബൈൽ തോന്നിയതായിക്കുന്ന നിർത്തിക്കളെ ഗോപാല. ഛർദി നിൽക്കാത്തതേ വയറ്റിലെ എട്ട കുട്ടികളായതുകൊണ്ടാന്നാ പറയല്. അതെയാ? ഇതാ ജിസേ പാല്. നാരായണെടുത്തിയെ പാലിന് ലേശം കൊഴുപ്പ് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കൊഴുപ്പ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട, അല്ലെങ്കിൽ കെട്ടിയ നാട്ടിലായിരിക്കില്ലേ? ലീവ് ഇല്ലല്ലോ. അതിങ്ങനെ വിളിച്ചാലാടാ. സഖാവ് പണിക്കരെ, CIF-ന്റെ പിള്ളേരില്ലേ ഇന്നെ വീട്ടിൽ കയറി മേടുമ്പോ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലേ? നാട്ടിലെ 10,000 പിള്ളേരെടുത്തു. ഇഞ്ഞ എഴുതി കൊടുത്ത 5 പേരും ജാതകം ഉണ്ടോ? വനജാന്റെ ബ്ലോക്കിൽ ഫുള്ള് ജാതകോപ്പിക്കലാന്നാ നാട്ടുകാർ പറയുന്നത്. പിന്നെ എങ്ങനെയാണോ പിള്ളേർക്ക് പെണ്ണ് കിട്ടുക? ഇന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോനെ, വിശ്വാസത്തിന്റെ വഴിക്ക് വിടണം, ഇനി എന്റെ പണിയെടുക്കണം. കേട്ടിക്കില്ലേ? നിങ്ങൾ എന്തിനാ നാരായണടുത്ത് രാവിലെ തന്നെ പാലും തൂക്കി നടക്കുന്നേ? നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? ഞാൻ പറഞ്ഞ നോക്കിക്കാ.
പാർട്ടി ഓഫീസിന്റെ പണിയൊന്നും എഴുതിയിട്ട് നാരായണ നടത്തിയേ. എന്തായാലും ഉദ്ഘാടനത്തിന് വരുമല്ലോ. ആര്? ഏട്ടത്തേക്ക് സഖാവിനെ നേരിട്ടൊന്ന് കാണണമെന്ന് കുറെ കാലമായിട്ടുള്ള പൂതിയാ. ഇമ്പാസിലോ? അനക്കെന്താണ് ഒരു കുറവ്? എടാ ഇഞ്ഞപ്പാടാ കൊടിയും പിടിച്ച് നടക്കാൻ തുടങ്ങിയേ വലിയ പാർട്ടിക്കാരെ.